ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇന്ന് നമ്മൾ സ്റ്റാറ്റസ് ആൻഡ് പ്രസ്റ്റീജിനെ കുറിച്ചാണ് പറയുന്നത്. പദവിയും പങ്കും അതിനെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത്. അപ്പം എന്താണ് പദവി, എന്താണ് പങ്ക് എന്നുള്ളതൊക്കെ ഒന്ന് നോക്കാം. ഈ പദവിയും പങ്കും ഇരട്ട സങ്കല്പങ്ങളാണ്. രണ്ടും ഇന്റർ കണക്ട് ആയിട്ടുള്ള, പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന രണ്ട് ടേംസ് ആണ് സ്റ്റാറ്റസ് ആൻഡ് പ്രസ്റ്റീജ്. പദവി അല്ലെങ്കിൽ പദവിയും പങ്കും എന്ന് പറയുന്നത്. ഒരു സമൂഹത്തിന് ഒരുപാട് സ്ഥാനങ്ങൾ ഉണ്ടെന്ന് നമുക്കറിയാം. അതേപോലെ തന്നെ ഒരു വ്യക്തിക്ക് സമൂഹത്തിലും ഗ്രൂപ്പിലും സ്ഥാനം ഉണ്ടായിരിക്കും. ഈ പദവിയുടെ പെരുമാറ്റ സ്വഭാവത്തെയാണ് പങ്ക് അല്ലെങ്കിൽ റോൾ എന്ന് പറയുന്നത്. പദവിയുടെ പെരുമാറ്റ സ്വഭാവത്തെയാണ് പങ്ക് എന്ന് പറയുന്നത്. പദവി വഹിക്കുകയും പങ്ക് നിർവഹിക്കുകയാണ് ചെയ്യുന്നത്. പദവി എന്നത് വഹിക്കുകയാണ്, എന്നാൽ പങ്ക് നിർവഹിക്കുകയാണ് ചെയ്യുന്നത്. ഒരു വ്യക്തി അവരുടെ ജീവിതത്തിലെ വ്യത്യസ്ത പദവികളോ വ്യത്യസ്ത സ്ഥാനങ്ങളോ വഹിക്കുന്നുണ്ടായിരിക്കും. അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു ക്ലാസ്സിൽ ഒരു കുട്ടി ഒരു വിദ്യാർത്ഥിയായിരിക്കും. എന്നാൽ അയാള് കടയിൽ പോയി കഴിഞ്ഞാൽ, ആ കുട്ടി കടയിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ഇടപാടുകാരനായി, ബസ്സിൽ കയറി കഴിഞ്ഞാൽ ബസ് യാത്രക്കാരനായി, വീട്ടില് സഹോദരനോ സഹോദരിയോ അല്ലെങ്കിൽ മകനോ അങ്ങനെ പല പദവിയും വഹിക്കുന്നുണ്ടാവും. ഒരു ഡോക്ടറെ കാണാൻ പോയാൽ അവിടെ അയാൾ എന്തായിരിക്കും, ഒരു രോഗിയായിരിക്കും. അങ്ങനെ സമൂഹത്തില് നിരവധി പദവികളോ സ്ഥാനങ്ങളോ ഒരു വ്യക്തി തന്നെ വഹിക്കുന്നുണ്ടായിരിക്കും. സങ്കീർണമായ ആധുനിക സമൂഹത്തില് നിരവധി പദവികളുണ്ട്. ലളിത സമൂഹത്തിൽ ആകെ കുറച്ച് പദവികളെ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ആധുനിക സമൂഹത്തില് നിരവധി പദവികളുണ്ട്. ആധുനിക സമൂഹത്തിൽ ഒരേ വ്യക്തി തന്നെ അനേകം പദവികൾ വഹിക്കുന്നുണ്ടായിരിക്കും. അതിനെയാണ് പദവി സമുച്ചയം അഥവാ സ്റ്റാറ്റസ് സെറ്റ് എന്ന് പറയുന്നത്. സ്റ്റാറ്റസ് സെറ്റ്, പദവി സമുച്ചയം. ഒരേ വ്യക്തി തന്നെ അനേകം പദവികൾ വഹിക്കുന്നതിനെയാണ് പദവി സമുച്ചയം അഥവാ സ്റ്റാറ്റസ് സെറ്റ് എന്ന് പറയുന്നത്. പിന്നെ പ്രായത്തിന്റെ വ്യത്യസ്ത ഘട്ടങ്ങളിൽ ഒരാള് മകനും അച്ഛനും മുത്തച്ഛനും മുതുമുത്തച്ഛനും ഒക്കെ ആവാറുണ്ട്. അതിനെ സ്റ്റാറ്റസ് സീക്വൻസ് എന്നാണ് പറയുന്നത്. പദവി അനുക്രമണം. ഒരേ ആളെന്നെ അയാളുടെ വ്യത്യസ്ത പ്രായങ്ങളിൽ വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ അയാളുടെ പദവിയിൽ മാറ്റം വരുന്നുണ്ട്. ആദ്യഘട്ടങ്ങളിലൊക്കെ മകനായിരിക്കും, പിന്നെ അച്ഛനായി മാറുന്നുണ്ട്, മുത്തച്ഛനായി മാറുന്നുണ്ട്, മുതുമുത്തച്ഛനായി മാറുന്നുണ്ട്. അതിനെന്ത് പറയുന്നു? പദവി സമുച്ചയം അഥവാ സ്റ്റാറ്റസ് സീക്വൻസ് എന്നാണ് പറയുന്നത്. പിന്തുടർച്ചയുടെ വ്യത്യസ്ത ഘട്ടങ്ങളിൽ നേടുന്നതാണ് പദവി അനുക്രമണം എന്നുള്ളത്. പിന്തുടർച്ചയുടെ വ്യത്യസ്ത ഘട്ടങ്ങളിൽ നേടുന്നതാണ് പദവി അനുക്രമണം എന്നുള്ളത്. ഇനി പദവി എന്നത് രണ്ട് തരത്തിൽ വരുന്നുണ്ട്. ഒന്ന് അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ്, കൽപ്പിത പദവി അല്ലെങ്കിൽ ആരോപിത പദവി. രണ്ടാമത്തെ വരുന്നത് അച്ചീവ്ഡ് സ്റ്റാറ്റസ്, നേടിയെടുത്ത പദവി. കൽപ്പിത പദവി അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ്, നേടിയെടുത്ത പദവി അച്ചീവ്ഡ് സ്റ്റാറ്റസ്. ഇനി ഇതിൽ ഓരോന്ന് എന്താ നോക്കാം. കൽപ്പിത പദവി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആരോപിത പദവി അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് ജന്മം കൊണ്ട് സമൂഹത്തിൽ ലഭിക്കുന്ന സ്ഥാനത്തെയാണ് അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ് അഥവാ ആരോപിത പദവി എന്ന് പറയുന്നത്. ഒരു വ്യക്തിക്ക് ജന്മം കൊണ്ട് സമൂഹത്തിൽ ലഭിക്കുന്ന സ്ഥാനത്തെയാണ് കൽപ്പിത പദവി അല്ലെങ്കിൽ അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. വയസ്സ്, ജാതി, വർണ്ണം, ബന്ധങ്ങൾ എന്നിവയെല്ലാം തന്നെ ഇത്തരത്തിലുള്ള കൽപ്പിത പദവികളാണ്. മാന്യത അഥവാ അന്തസ് ജന്മന ചുമത്തപ്പെട്ട പദവിയാണ്. ആധുനിക സമൂഹത്തിലെ ഇത്തരം പദവികൾക്ക് മതിപ്പ് കൂടുതലാണ്. ഇനി എന്താണ് നേടിയെടുത്ത പദവി എന്ന് നോക്കാം. കഴിവ്, നേട്ടം, സദ്ഗുണങ്ങൾ, തെരഞ്ഞെടുക്കൽ എന്നിവയുടെ ഫലമായി ഒരു വ്യക്തി സ്വമേധയാ സമൂഹത്തിൽ വഹിക്കുന്ന സ്ഥാനത്തെയാണ് നേടിയെടുത്ത പദവി എന്ന് പറയുന്നത്. കഴിവിന്റെയും നേട്ടത്തിന്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ സ്വമേധയാ സമൂഹത്തിൽ വഹിക്കുന്ന സ്ഥാനത്തെ നമ്മൾ എന്ത് പറയുന്നു? നേടിയെടുത്ത പദവി എന്ന് പറയുന്നു. വിദ്യാഭ്യാസ യോഗ്യത, ജോലി വൈദഗ്ധ്യം ഇതൊക്കെ തന്നെ നേടിയെടുത്ത പദവിയാണ്. ഇപ്പൊ ഇവിടെ ഈ പദവി എന്നതും അന്തസ് എന്നുള്ളതും സ്റ്റാറ്റസും പ്രസ്റ്റീജും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന രണ്ട് പദങ്ങളാണ്. പദവിയുടെ മൂല്യങ്ങൾ വ്യക്തിയുമായല്ല, വ്യക്തി വഹിക്കുന്ന സ്ഥാനവുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. പദവിയുടെ മൂല്യങ്ങൾ അത് ആ വ്യക്തിയുമായല്ല, മറിച്ച് എന്താണ്, ആ വ്യക്തി വഹിക്കുന്ന സ്ഥാനവുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഒരു വ്യക്തിയുടെ അന്തസ്സ് അഥവാ മാന്യത പരിഗണിക്കപ്പെടുന്നത് സമൂഹത്തിൽ അയാളുടെ പദവി അനുസരിച്ചിട്ടാണ്. ഒരു
വ്യക്തിയുടെ അന്തസ്സ് അഥവാ മാന്യത പരിഗണിക്കപ്പെടുന്നത് സമൂഹത്തിൽ അയാൾ വഹിക്കുന്ന പദവി അനുസരിച്ചിട്ടാണ്. അപ്പൊ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു? പദവിയും പങ്കും ഇരട്ട സങ്കല്പങ്ങളാണ്. പദവി എന്നത് ഒരു വ്യക്തിക്ക് സമൂഹത്തിലുള്ള സ്ഥാനമാണ്. ഒരു വ്യക്തിക്ക് സമൂഹത്തിലുള്ള സ്ഥാനമാണ് പദവി അല്ലെങ്കിൽ സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. ഓരോ പദവിക്കും വ്യക്തമായി നിർവഹിക്കപ്പെട്ട അവകാശങ്ങളും കടമയും ഉണ്ടായിരിക്കും. പദവിയുടെ പെരുമാറ്റ സ്വഭാവത്തിനെയാണ് പങ്ക് എന്ന് പറയുന്നത്. ഓരോ പദവിയുടെയും കീഴിൽ അവർ ചെയ്യേണ്ട കടമകളും ഉത്തരവാദിത്തങ്ങളും ഉണ്ടായിരിക്കും. പദവിയിൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഒരു പ്രത്യേക പദവിയിൽ ഇരിക്കുന്ന ഒരാളിൽ നിന്ന് സമൂഹം പ്രതീക്ഷിക്കുന്ന പെരുമാറ്റത്തെയാണ് പങ്ക് എന്ന് പറയുന്നത്. പദവി എന്നത് വഹിക്കുകയാണ്, പങ്ക് നിർവഹിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ എന്താണ് സ്റ്റാറ്റസ് സെറ്റ് എന്ന് പറഞ്ഞു. പദവി സമുച്ചയം എന്താണെന്ന് പറഞ്ഞു. ആധുനിക സമൂഹത്തിലെ ഓരോ വ്യക്തിയും പലതരം പദവികൾ വഹിക്കുന്നുണ്ട്. അതിനെയാണ് പദവി സമുച്ചയം അഥവാ സ്റ്റാറ്റസ് സെറ്റ് എന്ന് പറയുന്നത്. ഒരു വ്യക്തി തന്നെ മകനായും അച്ഛനായും ഒക്കെ വിവിധ പദവികൾ വഹിക്കുന്നുണ്ട്. അപ്പോൾ അതിലുള്ളതിനാണ് പദവി സമുച്ചയം അഥവാ സ്റ്റാറ്റസ് സെറ്റ് എന്ന് പറയുന്നത്. പിന്നെ എന്താണ് സ്റ്റാറ്റസ് സീക്വൻസ് എന്ന് പറഞ്ഞു. ഒരു വ്യക്തി അവരുടെ ജീവിതത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ വ്യത്യസ്ത പദവികൾ വഹിക്കുന്നുണ്ടായിരിക്കും. അതിനെയാണ് സ്റ്റാറ്റസ് സീക്വൻസ് എന്ന് പറയുന്നത്. എന്താണ് സ്റ്റാറ്റസ് സീക്വൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വ്യക്തി തന്നെ അയാളുടെ ജീവിതത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ വിവിധ പദവികൾ വഹിക്കുന്നുണ്ട്. അതിനിപ്പോ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ആദ്യം അയാൾ മകനായിരിക്കും, പിന്നെ അടുത്ത ഘട്ടം ആകുമ്പോൾ അച്ഛനായി മാറുന്നുണ്ട്, പിന്നെ അടുത്ത ഘട്ടമാകുമ്പോൾ മുത്തച്ഛൻ, മുതുമുത്തച്ഛൻ, അങ്ങനെ ഓരോ ഘട്ടത്തിലും ഓരോ വ്യത്യസ്ത പദവി വഹിക്കുന്നതിനെയാണ് സ്റ്റാറ്റസ് സീക്വൻസ് പറയുന്നത്, പദവി അനുക്രമണം എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ രണ്ടു തരം പദവികൾ, ആരോപിത പദവിയും ആർജിത പദവിയും. ആരോപിത പദവി എന്ന് പറയുന്നത് ജന്മം കൊണ്ട് നേടിയെടുക്കുന്ന പദവിയാണ്. എന്നാൽ ആർജിത പദവി എന്ന് പറയുന്നത് കഴിവും നേട്ടവും മൂല്യങ്ങളും തെരഞ്ഞെടുക്കലും ഒക്കെ അതിന്റെ ഭാഗമായിട്ട് ഒരാൾക്ക് കിട്ടുന്ന പദവിയാണ് നേടിയെടുത്ത പദവി അഥവാ ആർജിത പദവി, അച്ചീവ്ഡ് സ്റ്റാറ്റസ്. പിന്നെ പദവിയും അന്തസ്സും സ്റ്റാറ്റസും പ്രസ്റ്റീജും തമ്മിലുള്ള ബന്ധം പറഞ്ഞു. രണ്ടും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന രണ്ട് പദങ്ങളാണ്. ഓരോ പദവിക്കും ചില അവകാശങ്ങളും മൂല്യങ്ങളും ഉണ്ടായിരിക്കും. മൂല്യങ്ങളുമായി ബന്ധപ്പെട്ടവയായിരിക്കും. പദവികളുമായി ബന്ധപ്പെട്ട മൂല്യങ്ങളെയാണ് അന്തസ്സ് എന്ന് പറയുന്നത്, പ്രസ്റ്റീജ് എന്ന് പറയുന്നത്. ഓരോ തൊഴിലിനും നൽകപ്പെടുന്ന അന്തസ്സ് കാലഘട്ടങ്ങൾക്കനുസരിച്ച് വ്യത്യസ്തമാകുന്നുണ്ട്. ഇനി നമ്മൾ പറയുന്നത് എന്താണ് റോൾ കോൺഫ്ലിക്റ്റ് എന്നുള്ളതാണ്. സംഘർഷം എന്നാൽ എന്നുള്ളതാണ് ഇനി പറയുന്നത്. ഈ പദവിയും പങ്കും തമ്മിൽ വിയോജിപ്പുണ്ടാകുമ്പോഴാണ് സംഘർഷം ഉണ്ടാകുന്നത്. ഇറ്റ് ഒക്കേഴ്സ് വെൻ സ്റ്റാറ്റസ് ആൻഡ് റോൾ ഡു നോട്ട് എഗ്രി. രണ്ടും തമ്മിൽ, പദവിയും പങ്കും റോളും സ്റ്റാറ്റസും തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുമ്പോൾ, വിയോജിപ്പ് ഉണ്ടാകുമ്പോഴാണ് സംഘർഷം രൂപപ്പെടുന്നത്. അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു ഉദ്യോഗസ്ഥയായ സ്ത്രീ ഒരേ സമയം എന്ത് ചെയ്യേണ്ടി വരും? വീട്ടിലെ കാര്യം ചെയ്യേണ്ടി വരും, ജോലിപരമായിട്ടുള്ള കാര്യങ്ങളും ചെയ്യേണ്ടതായി വരുന്നുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒന്നിന് വീഴ്ചയുണ്ടാകുമ്പോഴാണ് സംഘർഷം രൂപപ്പെടുന്നത്. ഏതെങ്കിലും ഒരു കാര്യം കൃത്യമായി ചെയ്യാതെ വരുമ്പോഴാണ് സംഘർഷം രൂപപ്പെടുന്നത്. പുരുഷന്മാര് സ്വതവേ ഈ സംഘർഷം അനുഭവിക്കാറില്ല എന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ സമൂഹശാസ്ത്രം ഈ ഒരു അഭിപ്രായത്തോട് വിയോജിക്കുകയാണ് ചെയ്യുന്നത്. സമൂഹശാസ്ത്രത്തിൽ പറയുന്ന അതിനൊരു ഉദാഹരണത്തോട് കൂടിയിട്ടാണ് അവരിത് വിശദീകരിക്കുന്നത്. സിക്കിമിലുള്ള ഒരു ഗോത്രവർഗ്ഗമാണ് ഗാസി എന്ന് പറയുന്നത്. അവരുടെ ജീവിത രീതി കാണിച്ചുകൊണ്ടാണ് ഇതിനെ സമൂഹശാസ്ത്രം എതിർക്കുന്നത്. അതിൽ അവരുടെ ജീവിത രീതിയെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഗാസി പുരുഷന്മാര് ജന്മനാട്ടിലുള്ള തങ്ങളുടെ കുടുംബത്തെയും ഭാര്യയെയും മക്കളെയും ഒരേ സമയം പോറ്റേണ്ടി വരുന്നുണ്ട്. അവര് ഭാര്യയുടെയും മക്കളുടെയും കൂടെ ജീവിക്കുന്നുണ്ടാവുക, പക്ഷെ അതേസമയം തന്നെ അവരുടെ നാട്ടിലുള്ള അവരുടെ കുടുംബത്തെ കൂടി നോക്കേണ്ടതായി, അവരെ കൂടി പോറ്റേണ്ടതായി വരുന്നുണ്ട്. പുരുഷന്മാർ സമ്പാദിക്കുന്നതൊന്നും തന്നെ അവരുടെ മരണശേഷം അവരുടെ മക്കൾക്ക് ലഭിക്കണമെന്നില്ല. ഇത് കാണിക്കുന്നത് പങ്ക് സംഘർഷം അനുഭവിക്കുന്ന പുരുഷന്മാരുമുണ്ട് എന്നുള്ളതാണ്. എന്നാൽ ഗാസി സ്ത്രീകളും ഇവിടെ സംഘർഷം അനുഭവിക്കുന്നുണ്ട്. ഭർത്താക്കന്മാർ അവരുടെ വീടിനേക്കാൾ കൂടുതൽ സഹോദരിയുടെ വീടിന് നൽകുമോ എന്നുള്ള ഒരു സംഘർഷം അവിടെ രൂപപ്പെടുന്നുണ്ട്. അപ്പോൾ അതാണ് പദവി സംഘർഷം എന്ന് പറയുന്നത്. ഇനി നമുക്ക് പറയാനുള്ളത് പങ്ക് സ്ഥിരപ്പെടുത്തലിനെ കുറിച്ചാണ്. റോൾ സ്റ്റീരിയോടൈപ്പിംഗ്. ഈ റോൾ സ്റ്റീരിയോടൈപ്പിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു പ്രത്യേക പങ്ക് ഒരു പ്രത്യേക വ്യക്തിക്ക് സ്ഥിരപ്പെടുത്തുന്ന സംവിധാനത്തെയാണ്
റോൾ സ്റ്റീരിയോ ടൈപ്പിംഗ് അല്ലെങ്കിൽ പങ്ക് സ്ഥിരപ്പെടുത്തൽ എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ സാധാരണ പറയപ്പെടുന്നത് എന്താണ്? പുരുഷന്മാർ കുടുംബം പോറ്റുന്നതിന് വേണ്ടി ജോലിക്ക് പോകുന്നു, സ്ത്രീകൾ എന്ത് ചെയ്യും? വീട്ടുകാര്യങ്ങൾ നോക്കി നടത്തുകയും ചെയ്യുന്നു. അങ്ങനെ അവർ അതിന് തയ്യാറാവുകയാണ് ചെയ്യുന്നത്. ഈ കാര്യങ്ങൾ അവർ സ്വയം ഏറ്റെടുക്കുകയാണ്. അവരെന്ത് ചെയ്യണം, അവരുടെ കർത്തവ്യങ്ങൾ എന്താണ് എന്നുള്ളത് അവർ സ്വയം ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. ഇവ സൃഷ്ടിക്കുകയോ അല്ലെങ്കിൽ അതിൽ യാതൊരു ഇടപെടലുകൾ നടത്തുകയോ ചെയ്യുന്നില്ല. അപ്പോൾ ഇവിടെ പങ്ക് എന്ന് പറയുന്നത് ഒരു പ്രത്യേക വ്യക്തിക്ക് മാത്രമായി സ്ഥിരപ്പെടുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള സംവിധാനത്തെയാണ് റോൾ സ്റ്റീരിയോ ടൈപ്പിംഗ് എന്ന് പറയുന്നത്, പങ്ക് സ്ഥിരപ്പെടുത്തൽ എന്ന് പറയുന്നത്. ഈ പദവിയും പങ്കും ഒരിക്കലും സ്ഥിരമായ ഒരു കാര്യമല്ല. വിവേചനത്തിനും അസമത്വത്തിനും എതിരെയുള്ള പ്രതിഷേധത്തിൽ പദവിയിലും പങ്കിലുമെല്ലാം പലപ്പോഴും മാറ്റങ്ങൾ വരുന്നുണ്ട്. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞത് 2 കൺസെപ്റ്റുകളാണ്. ഒന്ന് റോൾ കോൺഫ്ലിക്റ്റ്, സംഘർഷം അല്ലെങ്കിൽ ധർമ്മ സംഘട്ടനം എന്ന് പറയുന്നത്. ഇതെപ്പോഴാണ് ഉണ്ടാവുക? സ്റ്റാറ്റസും റോളും തമ്മിൽ വിയോജിപ്പ് ഉണ്ടാകുമ്പോഴാണ് ഈ റോൾ കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ ധർമ്മ സംഘടനം ഉണ്ടാകുന്നത്. ഒരേ സമയം തന്നെ ഒന്നിലധികം പദവികൾ വഹിക്കേണ്ടി വരുമ്പോൾ അവിടെ ധർമ്മ പൊരുത്തക്കേടുകൾ ഉണ്ടാകുന്നു, ചിലതിൽ വീഴ്ച വരുന്നുണ്ട്. അപ്പോഴാണ് സംഘർഷം അല്ലെങ്കിൽ റോൾ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നത്. അതിന് ഉദാഹരണം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞത് റോൾ സ്റ്റീരിയോ ടൈപ്പിംഗ് ആണ്. സമൂഹത്തിലെ ചില അംഗങ്ങൾക്ക് ചില സവിശേഷ ധർമ്മങ്ങൾ രൂപപ്പെടുത്തുന്ന പ്രക്രിയയാണ് റോൾ സ്റ്റീരിയോ ടൈപ്പിംഗ് എന്ന് പറയുന്നത്. അതിൽ മാറ്റം അതിനെയാണ് ധർമ്മ സ്ഥിരത അല്ലെങ്കിൽ റോൾ സ്റ്റീരിയോ ടൈപ്പിംഗ് എന്ന് പറയുന്നത്. ഇത്രയാണ് നമുക്കിന്ന് പറയാനുള്ളത്. താങ്ക് യു.